പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ കിരീടങ്ങൾ നൽകി, പ്രതിഫലങ്ങൾ നൽകി ഏവരെയും കർത്താവ് ആശീർവദിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് ഇവിടെ നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആമേൻ, ചട്ടപ്രകാരം ഓടിയില്ലെങ്കിൽ കിരീടം ലഭിക്കില്ല. ആമേൻ. കിരീടം ലഭിക്കണം പ്രതിഫലമായി എന്നുള്ള ചിന്ത, അത് ചട്ടപ്രകാരം ഓടിയില്ലെങ്കിൽ കിരീടം ലഭിക്കില്ല എന്നുള്ളത് ഒരു പ്രസ്താവനയാണ് ദൈവത്തിന്. അപ്പോൾ ചട്ടപ്രകാരം ഓടണം, അപ്പോൾ തന്നെ ചട്ടപ്രകാരം നടക്കണം എന്നുള്ള ഒരു ഗാനം. പ്രൈസ് ദി ലോർഡ്. നാം ഓടണം. ക്രിസ്തീയ ജീവിതം അതൊരു ഓട്ടം തന്നെയാണ്. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ പോലെ നടക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ടും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഈ ഒരു പ്രൈസ് ദി ലോർഡ് ഭാഗം അവതരിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആവശ്യപ്പെടുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഓടണം എന്നുള്ള, ചട്ടപ്രകാരം ഓടണം എന്നുള്ള ഒരു വിഷയമാണെങ്കിൽ തന്നെ നടക്കണം യേശുവെ പോൽ നമ്മളും. ആമേൻ. അതിങ്ങനെ പാടുവാൻ അവസരമെടുത്തു. നടക്കണം യേശുവെ പോൽ നമ്മളും, നന്മ ചെയ്തുകൊണ്ടു സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം. ഭൂതബാധയേറ്റവർ മറ്റു ദീനക്കാരെയും സൗഖ്യമാക്കി സഞ്ചരിച്ച യേശുവെ പോൽ നമ്മളും. ഭൂതബാധയേറ്റവർ മറ്റു ദീനക്കാരെയും സൗഖ്യമാക്കി സഞ്ചരിച്ച യേശുവെ പോൽ നമ്മളും. നടക്കണം യേശുവെ പോൽ നമ്മളും, നന്മ ചെയ്തുകൊണ്ടു സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം. ഗ്രാമങ്ങൾ പട്ടണങ്ങൾ തോറും സഞ്ചരിച്ചവൻ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ. ഗ്രാമങ്ങൾ പട്ടണങ്ങൾ തോറും സഞ്ചരിച്ചവൻ, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ. നടക്കണം യേശുവെ പോൽ നമ്മളും, നന്മ ചെയ്തുകൊണ്ടു സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം. ദൈവത്തെ പ്രസാദിപ്പിച്ചും ആത്മാവിനു കീഴ്പ്പെട്ടും നശിക്കുന്നവരിൽ മനസ്സലിഞ്ഞ യേശുവെ പോൽ നമ്മളും. ദൈവത്തെ പ്രസാദിപ്പിച്ചും ആത്മാവിനു കീഴ്പ്പെട്ടും നശിക്കുന്നവരിൽ മനസ്സലിഞ്ഞ യേശുവെ പോൽ നമ്മളും. നടക്കണം യേശുവെ പോൽ നമ്മളും, നന്മ ചെയ്തുകൊണ്ടു സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം. ജീവന്റെ പുതുക്കത്തിൽ ബുദ്ധിയോടു തന്നെ നാം തക്കത്തിൽ സമയം ഉപയോഗിക്കാം കർത്താവിനായി. ജീവന്റെ പുതുക്കത്തിൽ ബുദ്ധിയോടു തന്നെ നാം തക്കത്തിൽ സമയം ഉപയോഗിക്കാം കർത്താവിനായി. നടക്കണം യേശുവെ പോൽ നമ്മളും, നന്മ ചെയ്തുകൊണ്ടു സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ചട്ടപ്രകാരം
ഓടണം. എപ്പോൾ തന്നെ ദൈവമക്കൾ നടക്കുന്നതും ചട്ടപ്രകാരമായിരിക്കണമെന്ന് പറയുവാനായിട്ടാണ് ഈ ഗാനം പാടിയത്. ഇനിയും ചില അടികൾ കൂടെ ഉണ്ട്, അത് അവസാനം അത് നമുക്ക് അവസരമെടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏഷ്യാഡിൽ ഷൈനി എപ്രകാരം ഓട്ടത്തിൽ ഒന്നാമതെത്തി ഭാരതത്തിന് ഒരു സ്വർണ്ണ മെഡൽ കിട്ടിയതിൽ സുവർണ താരത്തെ എല്ലാവരും അഭിനന്ദിച്ചു. ആഹ്ലാദത്തിമിർപ്പിനിടയിലാണ് ആ ദുഃഖസത്യം ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത്. ഷൈനി എബ്രഹാം നിയമം ലംഘിച്ചിരിക്കുന്നു, ചട്ടപ്രകാരം ഓടിയില്ല. അവൾക്ക് അനുവദിച്ച ട്രാക്കിൽ നിന്നും താൻ അറിയാതെ അടുത്ത ട്രാക്കിൽ കയറി ഓടി. പ്രൈസ് ദി ലോർഡ്. അതിവേഗം തന്നെ തൻ്റെ ട്രാക്കിലേക്ക് മടങ്ങി വന്നെങ്കിലും ഗോൾഡ് മെഡൽ നഷ്ടമായി. ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമത് ഓടിയെത്തിയെങ്കിലും ഷൈനിയുടെ പിന്നാലെ ഓടിയെത്തിയ ഒരു യുവതിക്കാണ് മെഡൽ ലഭിച്ചത്. എന്തുകൊണ്ടാണെന്നാൽ നിയമം ലംഘിക്കാതെ ആദ്യം ഫിനിഷ് പോയിന്റിൽ എത്തിയത് ആ യുവതിയായിരുന്നു. ഷൈനി എബ്രഹാം മുമ്പിൽ തന്നെ ഓടിയെത്തിയെങ്കിലും ചട്ടം തെറ്റിച്ചതിനാൽ മെഡൽ നഷ്ടമായി. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ ആമേൻ കിരീടം പ്രാപിക്കുകയില്ല. 2 തിമോത്തിയോസ് 2:5 ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആമേൻ ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. വെളിപ്പാട് പുസ്തകം 3:11 അത് നാം വായിക്കുന്നു. ദൈവത്തിനു വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം ലഭിക്കുകയില്ല. എന്നാൽ ദൈവം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നാം ഒരു പാത്രം തണ്ണീർ കൊടുത്താലും അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അഥവാ ചട്ടപ്രകാരം ഓടിയതിനെല്ലാം പ്രതിഫലം ലഭിക്കും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആമേൻ 6 റാങ്കുകളായി തിരിക്കും. അതിൽ ആദ്യത്തെ 3 റാങ്കുകൾക്ക് പ്രതിഫലം ലഭിക്കുന്നതും 3 എണ്ണത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നതുമാണ്. ആമേൻ. ഇത് സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു: എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു ഹൃദയം, ആമേൻ, ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിൽ അതിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് നീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അതിന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 3:10-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മേൽ രേഖപ്പെടുത്തിയ ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സകല പ്രവൃത്തികളെയും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവയോട് ഉപമിക്കുന്ന ഇപ്രകാരം 6 നമ്മുടെ പ്രവൃത്തികളെ തിരിച്ചതിന് ശേഷം തീയിൽ കൂടി കടത്തിവിടുന്നു. അപ്പോൾ വെന്തുപോകാത്തതിന് പ്രതിഫലം ലഭിക്കും. മരം, പുല്ലും വൈക്കോലും വെന്തുപോകും,
തന്മൂലം അവയ്ക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. ആമേൻ. പതിവ് പോലെ ദൂതൻ സദസ്സിന്റെ മുമ്പിലേക്ക് വന്നു. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭൂമിയിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവിടെ പ്രതിഫലം കിട്ടുന്നതാണ്. എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലമുണ്ടെങ്കിലും അതിനുള്ള ടോക്കണുമായി നിങ്ങൾ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടതാണ്. അല്പം അകലെയായി ഒരു കൗണ്ടർ തുറക്കപ്പെട്ടു. അതിൽ ദൂതന്മാർ സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവയുടെ ടോക്കണുകൾ നിരത്തി വച്ചിരിക്കുന്നു. ഓരോ ടോക്കണുകളിലും ആ ടോക്കൺ വാങ്ങേണ്ട ആളിന്റെ പേരും ചെയ്ത പ്രവൃത്തിയും അതിൻ്റെ സമയവും സ്ഥലവും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനും അല്പം അകലെയായി തീ കത്തുന്ന ഒരു ഗേറ്റ്. ആ ഗേറ്റിൽ കൂടി നോക്കിയാൽ ന്യായാസനത്തിൽ ക്രിസ്തു ഇരിക്കുന്നതും പ്രതിഫലങ്ങൾ എടുത്ത് നൽകുവാൻ ദൂതന്മാർ ഒരുങ്ങി നിൽക്കുന്നതും കാണാം. പേര് വിളിക്കുന്നവർ കൗണ്ടറിൽ വരേണം. അവർ ആമേൻ തങ്ങളുടെ ടോക്കണും വാങ്ങി തീ കത്തുന്ന ഗേറ്റിലൂടെ കടന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണം. തീ കത്തുന്ന ഈ ഗേറ്റ് വിശുദ്ധന്മാർക്കൊരു ഹാനിയും വരുത്തുകയില്ല. ദൂതൻ ഫ്രാൻസിസിന്റെ പേര് വിളിച്ചു. വിശുദ്ധന്മാരുടെ സംഘത്തിൽ നിന്നവർക്ക് ഫ്രാൻസിസിന് വലിയ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം ചരിത്രപ്രസിദ്ധമായ ഒരു ക്രൂസേഡ് നടത്തിയ ആളായിരുന്നു. ക്രൂസേഡിന്റെ ചെലവിലേക്ക് 75 ലക്ഷം രൂപയാണ് ചിലവിട്ടത്. ആ മഹായോഗം ആ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. യോഗം രക്ഷിക്കപ്പെടാത്ത മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തു. ആമേൻ. വേദപുസ്തക ഉപദേശത്തിൽ ഘടകവിരുദ്ധമായി നിൽക്കുന്ന മതാധ്യക്ഷന്മാർ ആശംസ പ്രസംഗങ്ങൾ നടത്തി. മുഖ്യ പ്രാസംഗികൻ ആരെയും തൊടാതെ നോവിക്കാതെ ഉപദേശങ്ങൾ മറച്ചുവെച്ച് പ്രസംഗിക്കുന്നു. ജനലക്ഷങ്ങൾ യോഗത്തിൽ സംബന്ധിക്കുന്നു. ടെലിവിഷനിലും പത്രങ്ങളിലും പ്രധാന വാർത്തയായി ഫ്രാൻസിസ് ആണ് യോഗത്തിന്റെ സംഘാടകൻ. യോഗം ഗംഭീര വിജയമായി പര്യവസാനിച്ചതിൽ നന്ദി പറയുന്ന ഭാഗത്തോടുകൂടെ പ്രദർശനം അവസാനിക്കുന്നു. ഫ്രാൻസിസ് ഒഴികെ പ്രാസംഗികർ പോലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എത്തിച്ചേർന്നിട്ടില്ല. ആമേൻ. ഫ്രാൻസിസിന് വേണ്ടിയുള്ള കിരീടം ദൂതനെടുത്ത് കാണിക്കുന്നു. ആ കിരീടത്തിന്റെ മനോഹാരിതയും നിർഭേദവും തേജസ്സുകളും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ യോഗം സംഘടിപ്പിക്കുന്നവർക്കുള്ള ആമേൻ കിരീടമായിരുന്നു അത്. ഈ കിരീടം കണ്ടപ്പോൾ യോഗം സംഘടിപ്പിച്ചവർക്കെല്ലാം വലിയ സന്തോഷമായി. ഫ്രാൻസിസിന് തുള്ളിച്ചാടിക്കൊണ്ട് തൻ്റെ കിരീടം വാങ്ങിക്കുവാൻ ദൂതന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ദൂതൻ ആ കിരീടം ഫ്രാൻസിസിനെ ഒന്ന് കാണിച്ചിട്ട് ആമേൻ ഒന്ന് പുഞ്ചിരിച്ചു. ഫ്രാൻസിസ് കിരീടം വാങ്ങിക്കുവാൻ കൈനീട്ടി. ദൂതൻ പറഞ്ഞു, അതാ ആ കൗണ്ടറിലേക്ക് ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ടോക്കൺ ലഭിക്കും. ആ ടോക്കൺ ഇവിടെ നൽകുമ്പോൾ ഈ കിരീടം ലഭിക്കും. ആമേൻ. ഫ്രാൻസിസ് തിരക്ക് പിടിച്ച് കൗണ്ടറിൽ ചെല്ലുന്നു. ദൂതൻ സാമാന്യം വലിപ്പമുള്ള ഒരു ടോക്കൺ ഫ്രാൻസിസിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഫ്രാൻസിസ് ആ ടോക്കണുമായി ദൂതന്റെ അടുക്കൽ ഓടിച്ചെല്ലുന്നു. കിരീടവുമായി നിൽക്കുന്ന ദൂതൻ ഒന്നുകൂടി പുഞ്ചിരിക്കുന്നു. ദൂതൻ പറഞ്ഞു, അതാ ആ തീ കത്തുന്ന ഗേറ്റ് കണ്ടുവോ? അതിൽ കൂടി വേണം നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ. ഭയപ്പെടേണ്ട, അവിടെ കത്തുന്ന തീ നിങ്ങൾക്ക് ഒരു ഹാനിയും വരുത്തുകയില്ല. ഫ്രാൻസിസ് വേഗം തിരിച്ച് കൗണ്ടറിന്റെ അടുക്കൽ വന്ന് തീ കത്തുന്ന ഗേറ്റിലൂടെ കടക്കുവാനായി ടോക്കണിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്നു. കത്തുന്ന ഗേറ്റ് ആമേൻ കണ്ടപ്പോൾ ഫ്രാൻസിസിനൊരു മടി. ഒരു ദൂതൻ പുറത്ത് തട്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഭയപ്പെടേണ്ട, ഈ ഗേറ്റ് നിങ്ങൾക്കൊരു ഹാനിയും വരുത്തുകയില്ല. ഫ്രാൻസിസ് തീ കത്തുന്ന ഗേറ്റിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. അത്ഭുതം, അത്ഭുതം!
അല്പം പോലും ചൂട് അനുഭവപ്പെടുന്നില്ല. ഫ്രാൻസിസ് ഗേറ്റ് കടന്ന് ദൂതന്റെ അടുക്കൽ സന്തോഷത്തോടെ എത്തുന്നു. ആ തീ ഗേറ്റിൽ ആനി ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഫ്രാൻസിസേ എന്ന് ചോദിച്ചു. ഇല്ല ഇല്ല, സന്തോഷത്തോടെ ഫ്രാൻസിസ് മറുപടി പറഞ്ഞു. ശരി, ഇനി ആ ടോക്കൺ ഇങ്ങ് തരൂ. അപ്പോഴാണ് ടോക്കണിന്റെ കാര്യം ഫ്രാൻസിസ് ഓർക്കുന്നത് തന്നെ. ഫ്രാൻസിസ് വേഗം ടോക്കൺ ഇരുന്ന തൻ്റെ കയ്യിലേക്ക് നോക്കി. ടോക്കൺ ഇരുന്ന കയ്യിൽ ഒരു പിടി ചാരം മാത്രം. ഇത് കണ്ട മാത്രയിൽ ഫ്രാൻസിസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, നിന്റെ ടോക്കൺ കത്തിപ്പോയി. ദൂതൻ പറഞ്ഞു, എന്ത് ചെയ്യാം ഫ്രാൻസിസെ, ആ ഗേറ്റിലെ അഗ്നി ഒരു വിചിത്രമായ അഗ്നിയാണ്. അത് നിങ്ങളുടെ ഭൂമിയിലെ കമ്പ്യൂട്ടറിനേക്കാൾ വിദഗ്ധമായ നിലയിൽ കാര്യങ്ങളെ കണ്ടുപിടിക്കുകയും വ്യാജമായതിനെ ദഹിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ആമേൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നുള്ള വചനങ്ങൾ ഓർമ്മയില്ലേ? ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ശോധന ചെയ്യുമെന്ന്, തീ കൊണ്ടത് ശോധന ചെയ്യപ്പെടുമെന്നുമുള്ള ഒക്കെയുള്ള വേദവാക്യത്തിൽ ഓർമ്മയില്ലേ? പൊയ്ക്കൊള്ളൂ, ടോക്കൺ ഇല്ലാത്തവർക്ക് ഇവിടെ നിന്നും കിരീടം ലഭിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഫ്രാൻസിസ് വിഷണ്ണനായി തലകുനിച്ചുകൊണ്ട് വിശുദ്ധ സംഘത്തിന് അഭിമുഖമായി നടന്നു ചെന്നു. ആരുടെയും മുഖത്ത് നോക്കാതെ ജനക്കൂട്ടത്തിന്റെ മറവിൽ ആമേൻ മറയുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. എങ്കിലും ഉദ്ഘാടകനും ആമേൻ പ്രാസംഗികനും ആശംസക്കാർക്കും സംഭവിച്ചത് തനിക്ക് സംഭവിക്കാത്തതിൽ ആശ്വാസം തോന്നി. കിരീടം നഷ്ടപ്പെട്ടെങ്കിലും കരച്ചിലും പല്ലുകടിയുമുള്ള നരകത്തിൽ പോകുന്നതിനേക്കാൾ ഇതൊരു ഭാഗ്യം തന്നെയെന്ന് ചിന്തിച്ച് ഫ്രാൻസിസ് സമാശ്വസിച്ചു. ഹല്ലേലൂയ. ദൂതൻ ആമേൻ പ്രൈസ് ദി ലോർഡ് അടുത്തയാളിൻ്റെ പേര് വിളിച്ചു. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. തുടർന്ന് നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് നാളെ രണ്ടാം ഭാഗമായിട്ട് കേൾപ്പാൻ ഇടയാകട്ടെ. ആമേൻ. കിരീടം നഷ്ടപ്പെട്ടെങ്കിലും കരച്ചിലും പല്ലുകടിയുമുള്ള നരകത്തിൽ പോകുന്നതിനേക്കാൾ ഇതൊരു ഭാഗ്യം തന്നെയെന്ന് ചിന്തിച്ച് ഫ്രാൻസിസ് സമാശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൂതൻ അടുത്ത ആളിൻ്റെ പേര് വിളിച്ചു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലം നൽകുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മറ്റ് നിലവാരങ്ങളിൽ ആർക്കും ഒരു പ്രതിഫലവും കൊടുക്കുകയില്ല എന്നുള്ളത് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം സ്തോത്രം ചിന്തിപ്പാനും അതിൻ പ്രകാരം ഈ ഭൂമിയിൽ ജീവിപ്പാനും നമുക്ക് ഇടയാക്കട്ടെ എന്ന് സ്തോത്രം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ പാടിയ പാട്ടിൻ്റെ ബാക്കി അത് ചില അടികൾ കൂടെ ഉണ്ട്, ഞാനത് പാടുവാൻ താല്പര്യപ്പെടുന്നു. ഏവർക്കും അനുഗ്രഹമാകട്ടെ. ജീവന്റെ പുതുക്കത്തിൽ ബുദ്ധിയോടു തന്നെ നാം തക്കത്തിൽ സമയം ഉപയോഗിക്കാം കർത്താവിനായി. ജീവന്റെ പുതുക്കത്തിൽ ബുദ്ധിയോടു തന്നെ നാം തക്കത്തിൽ സമയം ഉപയോഗിക്കാം കർത്താവിനായി. നടക്കണം യേശുവെ പോൽ നമ്മളും നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം. ആമേൻ. മറ്റുള്ളവരെ നേടുവാൻ സ്നേഹത്തിൽ നടക്കണം, സത്യസന്ധമായിട്ടും മര്യാദയായിട്ടും. മറ്റുള്ളവരെ നേടുവാൻ സ്നേഹത്തിൽ നടക്കണം, സത്യസന്ധമായിട്ടും മര്യാദയായിട്ടും. നടക്കണം യേശുവെ പോൽ നമ്മളും നന്മ ചെയ്തുകൊണ്ടു സഞ്ചരിച്ച കർത്തൻ പാതയിൽ. നന്മ ചെയ്തുകൊണ്ടു സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം. വിളിച്ച വിളി ഗണ്യമാക്കി പൂർണ്ണ വിനയത്തിലും സൗമ്യതയും ദീർഘക്ഷമയും വചനയോഗ്യമായി തന്നെ. വിളിച്ച വിളി ഗണ്യമാക്കി പൂർണ്ണ വിനയത്തിലും സൗമ്യതയും ദീർഘക്ഷമയും വചനയോഗ്യമായി
നടക്കണം നടക്കണം യേശുവെ പോൽ നമ്മളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ മക്കളായി ശോഭ കൊടുത്തിടുവാൻ സൂക്ഷ്മത്തോടെ ജ്ഞാനിയായി യേശുവിന് യോഗ്യമായി. വെളിച്ചത്തിന്റെ മക്കളായി ശോഭ കൊടുത്തിടുവാൻ സൂക്ഷ്മത്തോടെ ജ്ഞാനിയായി യേശുവിന് യോഗ്യമായി. നടക്കണം നടക്കണം യേശുവെ പോൽ നമ്മളും. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം നടക്കണം. ദുർനടപ്പ് വിട്ടൊഴിഞ്ഞു ശുദ്ധീകരണത്തിലും യേശുവിൻ കൂട്ടായ്മയിൽ മാനത്തിൽ മുന്നേറിയും. ദുർനടപ്പ് വിട്ടൊഴിഞ്ഞു ശുദ്ധീകരണത്തിലും യേശുവിൻ കൂട്ടായ്മയിൽ മാനത്തിൽ മുന്നേറിയും. നടക്കണം നടക്കണം യേശുവെ പോൽ നമ്മളും. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച കർത്തൻ പാതയിൽ നടക്കണം നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ തക്ക സ്തോത്രം നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്ക് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട സ്തോത്രം കിരീടങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ അതിൻ്റെ നിലയിൽ പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, തിരുമേനിക്ക് സകല മഹത്വവും കരയേറ്റുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. തുടർന്നും ആ വിഷയം കേട്ട് കർത്താവേ സ്തോത്രം, നീ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും അത് കിരീടമെന്ന നിലയിലും അല്ല ഓരോ സ്ഥാനമാനങ്ങളെന്ന നിലയിലും അത് ലഭിക്കേണ്ടത് ഞങ്ങൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. തുടർന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ ഗ്രഹിച്ചെടുപ്പാൻ കർത്താവ് ഇടയാക്കണം. സകല മഹത്വവും കർത്താവിന് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.